ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജൂലൈ മാസഫലം ധനു കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്കും ധനു ലഗ്നക്കാർക്കും, അത് ഏത് നക്ഷത്രത്തിൽപ്പെട്ടവരായാലും അവർക്ക് ധനു ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ആ ധനു ലഗ്നക്കാർക്കും ജൂലൈ മാസം എങ്ങനെയാകും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ധനുക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അവരുടെ ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി, ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെ നോക്കാം. ഇപ്പോൾ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു, ആ ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമാണ്. സൂര്യനാണെങ്കിൽ ജൂലൈ 16-ന് 7-ൽ നിന്നും 8-ലേക്ക് അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട്. ചൊവ്വ ഇപ്പോൾ 6-ൽ സ്ഥിതി തുടരുന്നു. അതുപോലെ ബുധനാണെങ്കിൽ ജൂലൈ 7-ന് അഷ്ടമത്തിൽ നിന്നും 7-ലേക്ക് വക്രത്തിൽ രാശി മാറുകയാണ്. ജൂലൈ 24 ആ 7-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലും വരുന്നുണ്ട്. അതുപോലെ ശുക്രനാണെങ്കിൽ ജൂലൈ 4-ന് 8-ൽ നിന്നും 9-ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് രാശി മാറുന്നുണ്ട്. ശനിയാണെങ്കിൽ ഇപ്പോൾ 4-ൽ സ്ഥിതി തുടരുന്നുണ്ട്. ജൂലൈ 27 ഈ 4 നിൽക്കുന്ന ശനി വക്രത്തിലാവുന്നുണ്ട്. 3-ൽ രാഹു, അതുപോലെ 9-ൽ കേതു. ഇതാണ് ജൂലൈ മാസത്തെ ഗ്രഹസ്ഥിതി. അപ്പം പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ശുക്രനും ബുധനും സൂര്യനും ആണ്, ഈ 3 ഗ്രഹങ്ങൾക്കാണ് ജൂലൈ മാസത്തിൽ രാശി മാറ്റങ്ങൾ വരുന്നത്. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാകുന്നു എന്നതും അതുപോലെ ശനി വക്രത്തിലാകുന്നു എന്നുള്ളതുമാണ് ജൂലൈ മാസത്തെ പ്രത്യേകത. ഇപ്പം നമുക്ക് പൊതുവെ എങ്ങനെയാണ് ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. പൊതുവെ ഒരു പരിവർത്തനത്തിൻ്റെ സമയം എന്ന് വേണമെങ്കിൽ പറയാം. മാനസികമായിട്ടും ശാരീരികമായിട്ടും അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളുടെ സമയം എന്ന് തന്നെ പറയാം. വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല. നമുക്ക് പൊതുവായിട്ട് നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് അത് മാറുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം മൈനറായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസിന് സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ഗുരു നിൽക്കുന്നത് ജലരാശിയിലാണ്. അപ്പോൾ ജലജന്യമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ്, പ്രത്യേകിച്ച് കോൾഡ്, കഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അത് അലർജി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. അതുപോലെ ചിലർക്ക് ENT റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ നിൽക്കുന്ന സമയമാണ്. ചൊവ്വയാണെങ്കിൽ 12-ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് അതിലും ഒരു നമുക്ക് ഈ 12-ാം ഭാവാധിപൻ 6-ലാണ് നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും നമുക്ക് അത് സഡനായിട്ട് അതിൽ നിന്നൊരു റിക്കവറി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഈ ആഹാരത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് മധുരം കൂടിയ ആഹാരങ്ങൾ, കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ, ഇത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ സൂര്യൻ അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അത് ചിലപ്പോൾ അവസാനത്തെ പകുതി അത് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ 7-ന് അഷ്ടമത്തിൽ നിന്നും 7-ാം ഭാവരാശിയിലേക്ക് വക്രത്തിൽ രാശി മാറുകയാണ്. 10-ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10-ലാണ് വരുന്നത്. സ്വക്ഷേത്രത്തിലാണ് എങ്കിലും വക്രത്തിലാണ്. അപ്പം ആദ്യത്തെ 3 വാരം നമ്മൾ ഈ തൊഴിലെടുത്ത പ്രവർത്തനങ്ങളൊക്കെ കഴിവതും അവലോകനം ചെയ്ത് അതിൻ്റെ വീഴ്ചകളൊക്കെ കണ്ടെത്തി അത് പരിഹരിച്ച് പോകേണ്ടുന്ന സമയമാണ്. അപ്പം ഈ 10-ാം ഭാവാധിപൻ വക്രത്തിലായതുകൊണ്ട് വർക്കിലൊക്കെ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്കിലൊക്കെ ചിലപ്പോൾ ഒരു ഡിലേ അവിടെ വരാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാനുള്ള ശ്രമം വേണം. അതുപോലെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു കെയർ വേണം. ഇപ്പോൾ 9-ഉം 10-ഉം ഭാവാധിപന്മാരായിട്ടുള്ള സൂര്യനും ബുധനും ഒക്കെ ബന്ധം വരുന്ന സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് ഉയർന്ന തൊഴിലിനൊക്കെ ഉള്ള ആഗ്രഹമുള്ളവർ അതിനുള്ള ശ്രമമൊക്കെ ശക്തമാകുന്ന സമയമാണ് എന്നും കൂടെ പറയാം. ഇപ്പോൾ 6-ഉം 11-ഉം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണ്
ജൂലൈ 4 ഭാഗ്യസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ അത് നമുക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് പരിഹരിക്കുന്നതിന് അനുകൂല സമയമാണ്. അങ്ങനെ നമ്മൾ മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹായം നമുക്ക് തൊഴിലെടുത്ത് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. നമ്മൾ വർക്കൊക്കെ കറക്റ്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് വർക്കിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി കിട്ടാൻ സാധ്യതയുണ്ട്. ശുക്രൻ 11ാം ഭാവത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട്, അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും ആദ്യ പകുതി ആ ഭാഗ്യസ്ഥാനത്തിൻ്റെ 11ലാണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് തൊഴിലിൽ നമുക്ക് ഭാഗ്യനേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. അപ്പോൾ ആ മെല്ലപ്പോക്ക് ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുക. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ആ ബുധൻ 7 വക്രസ്ഥിതിയൊക്കെ മാറി നേർസഞ്ചാരത്തിലാവുന്നുണ്ട്. അതായത് കർമ്മഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രസ്ഥിതി മാറി നേർസഞ്ചാരത്തിലാവുന്നു. അത് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകും. അപ്പോൾ ആദ്യ പകുതിയിലൊക്കെ നമുക്കുണ്ടാകുന്ന ആലസ്യം, അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രഷർ, വർക്ക് ട്രബിൾസ്, ഇതൊക്കെ തന്നെ മാറി നമുക്ക് ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ ഈ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർ, അവർക്കൊക്കെ ഈ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതിയിലൊക്കെ വരുമ്പോൾ അതൊക്കെ ആ മേഖലകളിൽ വർക്ക് ചെയ്യുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ സയൻറ്റിസ്റ്റുകൾക്ക്, അതുപോലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, ചാർട്ടേഡ് അക്കൗണ്ടൻസിന്, ബാങ്കിങ് വർക്ക് ചെയ്യുന്നവർ, ഇൻഷുറൻസ് വർക്ക്, അങ്ങനെയൊക്കെയുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ തന്നെ, ഇപ്പോൾ ഓഡിറ്റേഴ്സ്, അക്കൗണ്ടൻസ്, അങ്ങനെ ഒക്കെയുള്ള വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിലെ ഉച്ചസ്ഥിതിയിൽ വരുന്നത് അവർക്ക് ആ മേഖലകളിലൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ ഈ തൊഴിൽ അന്വേഷകർക്ക് പൊതുവെ ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും അനുകൂല സമയമായിരിക്കും. തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് 7. അപ്പോൾ 7 മുതലാണ് ആ ബുധൻ 7ലേക്ക് രാശി മാറുന്നതും. വക്രത്തിൽ രാശി മാറി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് 23 വരെ. അപ്പോൾ ബുധനാണെങ്കിൽ ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ്. അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവലോകനം ചെയ്യേണ്ടുന്ന സമയമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാരൻ വക്രത്തിൽ പോകുമ്പോൾ ആ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പഠിച്ച് അതിൻ്റെ വീഴ്ചകളൊക്കെ കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പ്രത്യേകിച്ച് പാർട്ട്നേഴ്സിനിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പരിഹരിക്കേണ്ടുന്ന സമയമാണ് ഈ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത്. അത് അങ്ങനെ പരിഹരിച്ച് പോകുമ്പോൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ് സ്മൂത്ത് ആകും. പ്രത്യേകിച്ച് അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ 7ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 തന്നെ നേർസഞ്ചാരത്തിൽ വരികയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ആദ്യത്തെ ഒരു പകുതിയിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു വൈഷമ്യങ്ങളൊക്കെ മാറി ബിസിനസ് വളരെ വിപുലമാക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ബിസിനസ്സിൽ കാര്യക്ഷമതയൊക്കെ കൂടും. ബിസിനസ്സിൽ നേട്ടങ്ങളുണ്ടാകും. ബിസിനസ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്ന കാലതാമസമൊക്കെ മാറിക്കിട്ടും. വളരെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് അവസാനത്തെ വാരത്തോടുകൂടി കാണുന്നത്. സഡനായിട്ടുള്ള ഒരു റിക്കവറി ആയിരിക്കും ബിസിനസ്സുകാർക്ക് അവർക്ക് ഉണ്ടാകുന്നത്. അതുപോലെ 11ാം ഭാവാനുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന സമയം കൂടെ ആയതുകൊണ്ട് ബിസിനസ്സുകാർക്ക് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനായിട്ടുള്ള ബുധൻ വക്രത്തിലാണ് ആദ്യത്തെ 3 വാരം. അപ്പോൾ അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ബുധൻ നേർസഞ്ചാരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ 5ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6ൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പഠിതാക്കൾക്കൊക്കെ പൊതുവെ ഒരു കോമ്പറ്റിറ്റീവ് സ്പിരിറ്റൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. പരീക്ഷകളിലൊക്കെ ഊർജ്ജസ്വലത ഉണ്ടാകും. വിജയം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ചിലർക്ക് ഈ അന്യ സംസ്ഥാനത്തോ അല്ലെങ്കിൽ വിദേശത്തോ പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുകൂല സമയമാണ്. ചിലപ്പോൾ ഉന്നത പഠനം, ഗവേഷണം ഇവകളിലൊക്കെ വന്ന തടസ്സങ്ങളൊക്കെ മാറും. അതിനനുകൂല സമയമാണ്. ജന്മലഗ്ന രാശ്യാധിപൻ അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന വളരെ പ്രത്യേകിച്ച് ഗവേഷകർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാക്കുന്ന സമയമാണ്. അവർക്ക് ആ വിഷയത്തിലൊക്കെ ഡീപ്പ് നോളജ് ഉണ്ടാകുന്ന സമയമാണ്. ഇപ്പോൾ നമുക്ക് ദൂരസ്ഥലത്തൊക്കെ ഗവേഷണം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. അവസാനത്തെ വാരമൊക്കെ ആകുമ്പോൾ ബുധൻ നേർസഞ്ചാരത്തിൽ വരികയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ വളരെ ശക്തമാകുന്ന സമയമാണ്. പഠനമൊക്കെ സ്മൂത്ത് ആകുന്ന സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ആ ബുധൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിലൊക്കെ ഉള്ള സമയവും കൂടെയാണ്. അതുപോലെ ആദ്യ പകുതി ഭാഗ്യഭാവാധിപനായ സൂര്യൻ്റെ ദൃഷ്ടിയും ജന്മരാശിയിലുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് വേണം എടുക്കേണ്ടത്.
ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി 4-ൽ നിൽക്കുകയാണ്. അതായത് ഒരു കണ്ടകശനി സമയം എന്ന് പറയാം. പക്ഷേ ആ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് നിന്ന് ആ 4-ലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. മാത്രമല്ല 2-ലും ധനസ്ഥാനത്തും ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ട്. അപ്പോൾ നമുക്ക് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഭാഗ്യഭാവാധിപനായിട്ടുള്ള സൂര്യനും ആ ധനസ്ഥാനത്തെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ 11-ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരികയുമാണ് ജൂലൈ 4 മുതൽ. അപ്പോൾ നമുക്ക് അത് 11-ന്റെ 11-ലാണ് ആ ശുക്രൻ വരുന്നത് എന്ന് പറയുമ്പം തന്നെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിട്ട് നമുക്ക് എടുക്കാം. അതേസമയം ഈ 12-ൽ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്. 12-ാം ഭാവാധിപനായിട്ട് ചൊവ്വ 12-ൽ ദൃഷ്ടി ചെയ്യുന്നു. ഗുരു 12-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് ധനച്ചെലവ് കൂടുന്നതിന് ഇടയാക്കും. പക്ഷേ ആ ചിലവെന്ന് പറയുന്നത് ഏറെക്കുറെ നല്ല കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കാം. ചിലപ്പോൾ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ചിലവായിരിക്കാം, അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കാം. അപ്പം അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചതി, വഞ്ചന ഇവയിൽപ്പെട്ട് നമുക്ക് ധനം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു കെയർ വേണം. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹത്തെപ്പറ്റി പറയുമ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജൂലൈ 7-ന് വക്രത്തിൽ വരികയാണ്. 23 വരെ 7-ാം ഭാവാധിപൻ വക്രത്തിലാണ്. അപ്പോൾ വിവാഹത്തെപ്പറ്റിയുള്ള ആലോചനകൾ ചിലപ്പോൾ ഉണ്ടാകാം. ആലോചനകൾ വരുമെങ്കിലും ആദ്യത്തെ ഒരു 3 വാരം അവയിൽ വേഗത വരണമെന്നില്ല. അപ്പോൾ അത് കഴിയുമ്പോൾ അവസാനത്തെ പകുതിയാവുമ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7-ൽ തന്നെ നേർസഞ്ചാരത്ത് വരികയാണ്. അത് നമുക്ക് കറക്റ്റായിട്ടുള്ള തീരുമാനം എടുക്കാനൊക്കെ അനുകൂലമാണ്. ആലോചനകൾ സ്മൂത്താകാനും സാധ്യതയുണ്ട്. ഇനി നമ്മൾ 5-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6-ൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ആ 6-ൽ നിൽക്കുന്ന ചൊവ്വയെ ശനി ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ് എന്നുള്ളത് കൊണ്ട് ഈ പ്രത്യേകിച്ച് ഈ കമിതാക്കൾക്കിടയിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ, ചെറിയ തർക്കങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അവിടെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ബുധനും വക്രത്തിലാണ്. ജന്മരാശിയിൽ ആ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, ശനിയുടെ ദൃഷ്ടിയുണ്ട്, വക്രബുധൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ ആദ്യത്തെ പകുതി സൂര്യൻ്റെയൊക്കെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ വളരെ കെയർ വേണ്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അഗ്രസീവ് ആയിട്ടുള്ള എനർജി നമുക്ക് കൂടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അത് കുറയ്ക്കണം. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ 7-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ അതുപോലെ രവിയും 7-ലൊക്കെ നിൽക്കുന്ന സമയമാണ് ആദ്യ പകുതി. അപ്പോൾ ഈ ദാമ്പത്യ പ്രശ്നങ്ങൾ നമ്മൾ അവലോകനം ചെയ്ത് അവയിലെ ആ പ്രശ്നങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് പോകേണ്ടുന്ന സമയം എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ഈഗോ പ്രശ്നങ്ങൾ ദമ്പതിമാരുടെ ഭാഗത്തുണ്ടാകാം. സൂര്യൻ്റെയൊക്കെ സ്ഥിതി അത് ഭാഗ്യഭാവാധിപനാണെങ്കിലും സൂര്യൻ 7-ലൊക്കെ സ്ഥിതി വരുമ്പോൾ, അതുപോലെ 7-ാം ഭാവാധിപന് വക്രസ്ഥിതിയും കൂടെ വരുമ്പോൾ അവിടെ ദാമ്പത്യ ബന്ധത്തിൽ ചെറിയ പ്രയാസങ്ങൾ, ഇഷ്യൂസ്, ഈഗോ റിലേറ്റഡ് ആയിട്ട് ഉള്ള ഇഷ്യൂസ്, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്കമ്മ്യൂണിക്കേഷൻ, അവ കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി പരിഹരിച്ച് പോകാൻ ഉള്ളൊരു ശ്രമം വേണം. അതുപോലെ അവസാനത്തെ വാരമാകുമ്പം സൂര്യനൊക്കെ 7-ൽ മാറുന്നുണ്ട്. അതുപോലെ 7-ാം ഭാവാധിപനായുള്ള ബുധന് നേർസഞ്ചാരം വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് നമുക്ക് പോകാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് ജന്മലഗ്ന രാശാധിപനായിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന് പോകുന്നത് കുറച്ച് നന്നായിരിക്കും എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ ഈ 2-ാം ഭാവാധിപനായുള്ള ശനി 4-ൽ നിൽക്കുകയാണ്. അതുപോലെ 4-ാം ഭാവാധിപൻ ആയിട്ടുള്ള ഗുരു അഷ്ടമത്തിൽ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുകയാണ്. 2-ല് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്, 4-ലും ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. അപ്പോൾ 4-ലൊക്കെ ശനി നിൽക്കുമ്പോൾ കണ്ടകശനി സമയമാണ്. അപ്പോൾ ശനിയുടെ ആ 4-ലെ സ്ഥിതി കൊണ്ട് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ കുറയ്ക്കാൻ ആ 4-ാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ 4-ൽ ദൃഷ്ടി ചെയ്യുന്നത് സഹായകമാണ്. അത് കുടുംബ കാര്യങ്ങളിൽ ഫോക്കസ് കൂടുന്നതിന്, കുടുംബ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ഒക്കെ ഉള്ള ഒരു ശ്രദ്ധ കൊടുക്കുന്ന സമയം എന്ന് തന്നെ പറയാം. വീട്, വാഹനം വാങ്ങുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. അതുപോലെ തന്നെ നമുക്ക് വീട് നവീകരിക്കുന്നതിനും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കുടുംബജീവിതം പൊതുവെ നമുക്ക് സമാധാനപരമാകും. സ്പിരിച്വൽ തലത്തിലൊക്കെ കോൺസെൻട്രേഷൻ ഈ സമയത്ത് ഉണ്ടാകാനും സാധ്യതയുണ്ട്.
ജൂലൈ 11, 12, 15, 16, 24, 25 ഈ തീയതികൾ പ്രത്യേകിച്ച് ധനുക്കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുക. അതുപോലെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള പൊതുഫലമാണ്. അത് ഏത് നക്ഷത്രക്കാർക്കായാലും അവർക്ക് ധനുലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം അവരുടെ ആ കൂറിൻ്റെ ഫലത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ ധനുക്കൂറുകാരുടെയും ധനുലഗ്നക്കാരുടെയും ഫലം പറയുമ്പോൾ ഇപ്പം നമുക്കൊരു സംശയം വരാം, ധനുക്കൂറ് പെടുന്നവരാണോ ധനുക്കൂറുകാരെല്ലാം ധനുലഗ്നക്കാരാണോ? അല്ല. ഇപ്പം ധനുക്കൂറിൽ പെടുന്ന ചിലർക്ക് ധനുലഗ്നം വരാം, മറ്റുള്ളവർക്ക് മറ്റു ലഗ്നരാശികളും വരാം. അപ്പോൾ ധനുലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വന്നിട്ടുള്ള ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലങ്ങൾ ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ നമുക്ക് ഈ ജൂലൈ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ കൂറിൻ്റെ ഫലം എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം സൂക്ഷ്മമായ ഒരു ഫലം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ലഗ്നഫലം കൂടെ കേൾക്കണമെന്ന് പറയുന്നത്. അപ്പം കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത, കൂടുതൽ സൂക്ഷ്മത ലഗ്നത്തിനുണ്ട്. അപ്പം ലഗ്നഫലം എടുക്കുക. അപ്പം ഇപ്പം ഈ മൂലം, പൂരാടം, ഉത്തരാടത്തിൻ്റെ ആദിവാദത്തിൽ പെടുന്നവർ അവരുടെ കൂറിൻ്റെ ഫലം ഇത് തന്നെയാണ്. പക്ഷേ അവർക്ക് ധനുലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുണ്ടെങ്കിൽ ആ ഫലവും കൂടെ അവർ കേൾക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് പിക്ചർ അവർക്ക് കിട്ടൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതെല്ലാം ഈ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ്. പക്ഷേ ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും ജാതകത്തിൽ ഇപ്പോൾ ഏത് ഗ്രഹത്തിൻ്റെ ദശ നടക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ അപകാരം നടക്കുന്നു, ഏത് ഗ്രഹത്തിൻ്റെ ഛിദ്രം നടക്കുന്നു, അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അത് ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.